Dear students, welcome to Learner's World. In this video, I'm going to talk about Theme for English B by Langston Hughes, FIUGP Semester 4 SEC Humanities and Other BA programs under Calicut University. Summary of Theme for English B. Theme for English B എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ഇതിൽ വർണ്ണഭേദങ്ങൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ കവിതയിൽ ഒരു കർത്തവർഗ്ഗക്കാരനായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അവന് തൻ്റെ അനുഭവങ്ങളിലൂടെ വർണ്ണം, അതായത് റേസ് എന്ന് പറയുന്നത്, കളർ എന്ന് പറയുന്നത് മനുഷ്യനെ വേർതിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മനുഷ്യർ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് കറുത്തവനായാലും വെളുത്തവനായാലും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ഒരു കളറിൻ്റെ പേരിലുള്ളൊരു വിവേചനമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കവിതയാണ് തീം ഫോർ ഇംഗ്ലീഷ് ബി എന്ന് പറയുന്നത്. It is a reflective and conversational poem written by Langston Hughes. അപ്പോൾ ഇതൊരു കോൺവെർസേഷണൽ പോമാണ്, അതായത് ഒരു സംഭാഷണ സ്വഭാവമുള്ള ഒരു രീതിയിലുള്ള ഒരു കവിതയാണ്. Theme for English B shows that truth is personal but connected to others and that people of different races share common human experiences. The poem highlights identity, equality and the idea that racial differences should not divide human beings. അപ്പോൾ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സത്യം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ പല റേസിലുള്ള, പല വംശത്തിലുള്ള, അതായത് കറുത്ത വർഗ്ഗക്കാരനുണ്ട്, വെളുത്ത വർഗ്ഗക്കാരനുണ്ട്, ഇവരൊക്കെ ഷെയർ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. അതായത് കറുത്ത വർഗ്ഗക്കാരനും രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേൽക്കുന്നു, കുളിക്കുന്നു. ഇതുപോലെ തന്നെയാണ് വെളുത്ത വർഗ്ഗക്കാരനും ചെയ്യുന്നത്. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്കൊക്കെ ഉള്ളത്. The poem highlights identity, equality and the idea that racial differences should not divide human beings. അപ്പോൾ ഈ ഒരു കവിത ഊന്നൽ നൽകുന്നത് ഐഡൻറ്റിറ്റി, അതുപോലെ ഈക്വാലിറ്റി, സമത്വം, അതുപോലെ റേഷ്യൽ ഡിഫറൻസസ് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്സിനെ, മനുഷ്യരെ വേർതിരിക്കുന്നില്ല. അതായത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ തമ്മിലുള്ള വേർതിരിവില്ല എന്നുള്ളൊരു സത്യം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കറുത്തവനായാലും വെളുത്തവനായാലും അവരുടെയൊക്കെ ജീവിതത്തിൽ കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യുന്നത് നിത്യജീവിതത്തിൽ. അതോടൊപ്പം തന്നെ അവരെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിവിഷൻ്റെ ആവശ്യകതയില്ല എന്ന് തെളിയിക്കുന്ന ഒരു കവിതയാണിത്. The poem presents the thoughts of a young African American student who is asked his white instructor to go home and write a page about himself. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റുഡൻറ്റ്, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വിദ്യാർത്ഥിയുടെ ചിന്തകളോട് കൂടിയിട്ടാണ് ഈ കവിത തുടങ്ങുന്നത്. അവനോട് വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അധ്യാപകൻ ഒരു കാര്യം പറയാണ്. നീ വീട്ടിൽ പോയിട്ട് സ്വന്തം കാര്യം എഴുതാൻ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചിട്ട് ഒരു പേജ് എഴുതാൻ പറയുന്നുണ്ട്. ദ ഇൻസ്ട്രക്ടർ സേസ് ദാറ്റ് ഇഫ് ദ റൈറ്റിംഗ് കംസ് ഓണസ്റ്റ്ലി ഫ്രം ദ സ്റ്റുഡൻറ്റ് ഇറ്റ് വിൽ ബി ട്രൂ. അതോടൊപ്പം തന്നെ അധ്യാപകൻ പറയുന്നുണ്ട്, അതായത് നിങ്ങളെക്കുറിച്ചിട്ട് സത്യസന്ധമായിട്ട് എഴുതുകയാണെങ്കിൽ അതാണ് സത്യം, അതാണ് ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. ദ സ്പീക്കർ ബിഗിൻസ് ബൈ ക്വസ്റ്റനിങ് വെദർ ട്രൂത്ത് ഈസ് റിയലി ദാറ്റ് സിമ്പിൾ. അപ്പോൾ ഇതിൽ സ്പീക്കർ തുടങ്ങുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതായത് സത്യം എന്ന് പറയുന്നത് ഇത്ര സിമ്പിളാണോ, ഇത്ര ലളിതമായിട്ടുള്ളതാണോ സത്യം എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. He introduces himself as a 22-year-old black student born in Winston-Salem who studied in different places before coming to a college near Harlem. അപ്പോൾ അവനെ തന്നെ പരിചയപ്പെടുത്തി എഴുതുകയാണ്. ഞാനൊരു 22 വയസ്സുള്ള വിൻസ്റ്റൺ സേലത്തിൽ ജനിച്ച കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്ന് അവനെ തന്നെ സ്വയം പരിചയപ്പെടുകയാണ്. അതുപോലെ വിവിധ സ്ഥലങ്ങൾ പഠിച്ച ശേഷമാണ് ഹാർലത്തിന് സമീപമുള്ള ഈ കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഒരുപാട് കോളേജിൽ പഠിച്ചിട്ട് ആണ് ഇപ്പോൾ ഈ കോളേജിലേക്ക് വരുന്നത്. ഹി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഹീ ഈസ് ദ ഓൺലി ബ്ലാക്ക് സ്റ്റുഡൻറ്റ് ഇൻ ഹിസ് ക്ലാസ് വിച്ച് മേക്സ് ഹിം ഫീൽ ഡിഫറെൻറ്റ് ആൻഡ് ഐസൊലേറ്റഡ്. അതുപോലെ അവനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റെ ക്ലാസ്സിൽ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആകെയുള്ളൊരു വിദ്യാർത്ഥിനി അവനാണ്.
അതുകൊണ്ട് തന്നെ അവന് വ്യത്യസ്തനും മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റഡ് ആണ്, അതായത് ഒറ്റപ്പെട്ടവനും കൂടിയാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ദ പോം ദെൻ ഡിസ്ക്രൈബ് ഹിസ് ജേർണി ഫ്രം ദ കോളേജ് ടു ഹിസ് ഹോം ഇൻ ഹാർലം. അപ്പോൾ ഈ കവിത പിന്നീട് അവതരിപ്പിക്കുന്നത് കോളേജിൽ നിന്ന് ഹാർലത്തിലുള്ള വീട്ടിലേക്ക് പോകുന്ന യാത്രയാണ് പിന്നീട് ഇത് കവി അവതരിപ്പിക്കുന്നത്. ദിസ് ഫിസിക്കൽ ജേർണി ഓൾസോ റെപ്രസെൻറ്റ് ഹിസ് പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ജേർണി. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ജേർണി, അതായത് ഈ ഒരു യാത്ര ശാരീരികമായതുപോലെ തന്നെ മാനസികവും ആത്മീയവുമായിട്ടുള്ളൊരു യാത്രയാണെന്ന് പറയുന്നുണ്ട്. സിറ്റിംഗ് ഇൻ ഹിസ് റൂം ഹി ബിഗിൻസ് ടു റൈറ്റ് ഓണസ്റ്റ്ലി അബൌട്ട് ഹൂ ഹി ഈസ് ആൻഡ് വാട്ട് ഹി ലൈക്സ്. അങ്ങനെ അവനെക്കുറിച്ചിട്ട് എഴുതാനിരിക്കുകയാണ്. അവൻ്റെ മുറിയിലിരുന്ന് അവന് സത്യസന്ധമായിട്ട് താൻ ആരാണെന്നും താൻ എന്താണെന്നും തനിക്ക് എന്താണ് ഇഷ്ടമെന്നും ഒക്കെ എഴുതുന്നു. ദ സ്പീക്കർ അഡ്മിറ്റ്സ് ദാറ്റ് അറ്റ് ഹിസ് ഏജ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ട്രൂ. അപ്പോൾ ഇതിൽ സ്പീക്കർ പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ പൂർണ്ണമായിട്ടുള്ള സത്യം അറിയുന്നത് എളുപ്പമല്ല എന്ന് അവന് സമ്മതിക്കുന്നുണ്ട്. അവൻ്റെ ആ ഒരു ടീനേജ് പ്രായത്തിൽ പൂർണ്ണമായിട്ട് എന്താണ് സത്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹവെവർ ഹി ബിലീവ്സ് ദാറ്റ് ഹിസ് ഫീലിങ്സ് എക്സ്പീരിയൻസസ് ആർ ഇൻട്രസ്റ്റ് ഫ്രോം ഹിസ് ട്രൂത്ത്. അങ്ങനെയൊക്കെയാണെങ്കിലും അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ ഫീലിങ്സ്, വികാരങ്ങളും ഇഷ്ടങ്ങളും ചേർന്നത് ആണ് തൻ്റെ സത്യം എന്നവൻ പറയുന്നുണ്ട്. He enjoys ordinary human activities such as eating, sleeping, working, whether it is jazz, blues or classical music. അതായത് അവന് പിന്നെ അവൻ്റെ ഡെയിലി ഓർഡിനറി എല്ലാ മനുഷ്യരും ചെയ്യുന്ന പ്രവർത്തികൾ ഒക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് അതിൽ എഴുതുന്നത്. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ജോലി ചെയ്യുക, പഠിക്കുക, സ്നേഹിക്കുക തുടങ്ങിയ സാധാരണ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ അവന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. Through this, he shows that despite racial differences, people share common human interest. അപ്പോൾ ഇതിലൂടെ അതായത് ഈ ഒരു എക്സാമ്പിളിലൂടെ, അതായത് ഓർഡിനറി ഹ്യൂമൻ ആക്ടിവിറ്റീസ്, സാധാരണ മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ എനിക്കിഷ്ടമാണ്. തിന്നുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ ജാസ്, ബ്ലൂസ്, ക്ലാസിക്കൽ മ്യൂസിക് ഇതൊക്കെ കേൾക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും റേഷ്യൽ ഡിഫറൻസസ്, അതായത് എല്ലാ മനുഷ്യരും കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആണ്, ഹ്യൂമൻ ഇൻട്രസ്റ്റുകളാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഒരു കർത്തവർഗ്ഗക്കാരനായിട്ടുള്ള ആൾക്കും ഒരു പക്ഷേ സംഗീതം കേൾക്കുന്നതും തിന്നുന്നതും ഉറങ്ങുന്നതൊക്കെ ഇഷ്ടമായിരിക്കും, അവരുടെ ഹ്യൂമൻ ഡെയിലി ആക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ തന്നെയാണ് വെളുത്ത വർഗ്ഗക്കാരനും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും ഒരു വർണ്ണത്തിൻ്റെ വിവേചനം ഇല്ലാതെ എല്ലാവരും കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആണ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ് ഷെയർ ചെയ്യുന്നത്, നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. The speaker reflects on race and identity. He says that being colored does not stop him from lacking the same thing as people of other races. അതുപോലെ പിന്നീട് പറയുന്നത് വർണ്ണവും തിരിച്ചറിയലും സംബന്ധിച്ച് അതിനെക്കുറിച്ചിട്ട്, അതായത് റേസും ഐഡൻറ്റിറ്റി, ഞാൻ ആരാണെന്ന ഐഡൻറ്റിറ്റിയും അതിനെക്കുറിച്ചിട്ട് അവന് പിന്നീട് ആലോചിക്കുന്നുണ്ട്. അതായത് കളേർഡായിരിക്കുന്നത് മറ്റുള്ളവരെ പോലെ ഇഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണമല്ലെന്ന് അവൻ പറയുന്നുണ്ട്. അതായത് ഞാനൊരു കറുത്തവർഗ്ഗക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. His speech may be colored because it comes from him, but it is also connected to his white instructor. പിന്നീട് പറയുന്നത് ഈ പേജ്, ഞാനിപ്പോൾ എഴുതുന്ന ഈ ഒരു പേജ് അവനിൽ നിന്നുള്ളതിനാൽ അത് കളേർഡാണ്. അതായത് ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട കുട്ടിയാണ് ആ പേജിൽ എഴുതുന്നത്, അവൻ്റെ കറുത്ത വർഗത്തിലുള്ള അനുഭവങ്ങളാണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ അത് അവനിൽ നിന്നുള്ളതാണ്. അതുപോലെ അതിൽ ഈ വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അധ്യാപകൻ്റെ ഒരു ബന്ധം, ഒരു ചായ്വ് കൂടി അതിലുണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു ഭാഗം അതിലുണ്ട്. ലൈക്ക്വൈസ് ദ ഇൻസ്ട്രക്ടർ ഈസ് പാർട്ട് ഓഫ് ഹിം. ദിസ് മ്യൂച്വൽ കണക്ഷൻ though sometimes uncomfortable is what defines America. അതായത് അതുപോലെ തന്നെ അധ്യാപകരിലും ഇവൻ്റെ ഒരു ഭാഗമുണ്ട്. ചിലപ്പോൾ ഈ ബന്ധം അസൗകര്യമായിരിക്കാം, ഇവർ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ അൺകംഫർട്ടബിൾ ആയിരിക്കാം, എങ്കിലും ഇതാണ് അമേരിക്കൻ സമൂഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നാണ് പറയുന്നത്. ഇൻ ദ എൻഡ് ദ പോം ഹൈലൈറ്റ്സ് ദ ഐഡിയ ദാറ്റ് ട്രൂത്ത് ഈസ് പേഴ്സണൽ ആൻഡ് ഷെയർഡ്.
അപ്പോൾ ഈ കവിതയുടെ അതായത് ഒരു കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും ഒക്കെ കണക്റ്റഡ് ആണ്. അവിടെ ഹ്യൂമൻ എക്സ്പീരിയൻസസും ഇൻട്രസ്റ്റും ഒക്കെ ഷെയർഡ് ആണ്, അതായത് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഈ ഈ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഈ ഒരു കുട്ടി എഴുതുന്ന പേപ്പറിൽ അവൻ്റെ അനുഭവങ്ങളാണ്, കളേർഡായിട്ടുള്ള ആളുടെ അനുഭവങ്ങളാണ്. അതിൽ ഈ വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അധ്യാപകൻ്റെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെളുത്ത വർഗ്ഗക്കാരനായ അധ്യാപകനിലും ഈ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഭാഗമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് സത്യം, ട്രൂത്ത് എന്ന് പറയുന്നത് വ്യക്തിപരമാണെന്നാണ് പറയുന്നത്. ഒരേ സമയം പങ്കുവെക്കപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണെന്ന് കവിത പറയുന്നുണ്ട്. ഇറ്റ് എംഫസൈസസ് റേഷ്യൽ ഐഡൻറ്റിറ്റി, ഇക്വാലിറ്റി ആൻഡ് ദ ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് പീപ്പിൾ ഇൻ അമേരിക്കൻ സൊസൈറ്റി. അതുപോലെ ഈ ഒരു കവിതയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഊന്നൽ നൽകുന്ന തീമുകൾ എന്ന് പറയുന്നത് റേഷ്യൽ ഐഡൻറ്റിറ്റി, അതുപോലെ സമത്വം, അതുപോലെ ഈക്വാലിറ്റി, മനുഷ്യർ തമ്മിലുള്ള ബന്ധം, പരസ്പര ബന്ധം, സമത്വം. ഇറ്റ് എംഫസൈസ് റേഷ്യൽ ഐഡൻറ്റിറ്റി, ഇക്വാലിറ്റി ആൻഡ് ദ ഇന്നർ കണക്റ്റഡ്നെസ് ഓഫ് പീപ്പിൾ ഇൻ അമേരിക്കൻ സൊസൈറ്റി. അതായത് ഈ ഒരു കവിത ഊന്നൽ നൽകുന്നത് റേഷ്യൽ ഐഡൻറ്റിറ്റി, അതുപോലെ ഈക്വാലിറ്റി, സമത്വം, അതുപോലെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധം, പരസ്പര ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിത ഊന്നൽ നൽകുന്നത്. സ്പീക്കർ കൺക്ലൂഡ്സ് ബൈ ആക്സെപ്റ്റിംഗ് ദാറ്റ് ബോത്ത് ഹി ആൻഡ് ഹിസ് ടീച്ചർ ലേൺ ഫ്രം ഈച്ച് അതർ ഈവൻ ദോ സൊസൈറ്റി ഗീവ്സ് ദ ടീച്ചർ മോർ ഫ്രീഡം. അതായത് പിന്നീട് ഈ സ്പീക്കർ ഈ കവിത അവസാനിപ്പിക്കുന്നത് തന്നെ സമൂഹം അധ്യാപകനെ കൂടുതൽ സ്വതന്ത്രനാക്കിയാലും അധ്യാപകനും വിദ്യാർത്ഥിയും പരസ്പരം പഠിക്കുന്നവരാണെന്ന് വിദ്യാർത്ഥി അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കവിത അവസാനിപ്പിക്കുന്നത്. താങ്ക് യു.